ഹലോ ഓൾ, എല്ലാവർക്കും മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ പുതിയ MCQയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷിജു. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. The main objective of using cells in a mobile communication system is. അപ്പോൾ നമ്മുടെ സെല്ലുലാർ സിസ്റ്റം ഒക്കെ മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നതായിട്ട് നമുക്കറിയാം അല്ലേ. അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ടു ഇൻക്രീസ് ട്രാൻസ്മിഷൻ പവർ അല്ല, ടു റെഡ്യൂസ് എ നമ്പർ ഓഫ് ബേസ് സ്റ്റേഷൻസ് അല്ല, ടു ഇൻക്രീസ് സ്പെക്ട്രം എഫിഷ്യൻസി. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ടോട്ടൽ സിംപ്ലിഫൈഡ് നെറ്റ്വർക്ക് ഡിസൈനും അല്ല. Cellular system എന്ത് ചെയ്യും? It divides the service area into smaller regions called cells. Okay, each cell reuses the same frequency in a non-adjacent cell, allowing multiple users to share the same spectrum efficiently. This improves spectrum utilization and capacity. Okay, നമുക്കപ്പോൾ ഒരു സെൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം. അതായത് ഇപ്പൊ മനസ്സിലായില്ലേ, സെല്ല് നമ്മൾ സെല്ലുലാർ സിസ്റ്റത്തിലൊക്കെ പഠിച്ചത് ഓർമ്മയില്ലേ? അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞിട്ട് ഒരു സെല്ല് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഹെക്സഗണൽ ഷേപ്പിലുള്ള ഈ ഏരിയനെയാണ് സെൽ എന്ന് പറയുന്നത്. ഇതൊരു കവറേജ് ഏരിയ ഓഫ് എ ബേസ് സ്റ്റേഷൻ ആണ്. അപ്പൊ ഈ എയുടെ ഇതേ എ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് ഈ എയിൽ ഉപയോഗിക്കുന്ന അതേ ഫ്രീക്വൻസി നമുക്ക് അടുത്ത ഒരു എയിൽ ഉപയോഗിക്കാം. പക്ഷേ അത് തൊട്ടടുത്തൊന്നും ആയിരിക്കില്ല. ഈ എയുടെ ചുറ്റുമുള്ളത് എന്താ? BCDEFG എന്ന് പറയുന്ന സെല്ലുകളല്ലേ. ആ സെല്ലുകളിലൊന്നും, ഈ അഡ്ജസൻറ്റ് സെല്ലുകളിലൊന്നും എ വീണ്ടും റീയൂസ് ചെയ്യില്ല. എ റീയൂസ് ചെയ്യാൻ പോകുന്നത് എവിടെയാണ്? മറ്റൊരു ക്ലസ്റ്ററിൽ. ഈ ചുമപ്പിൽ കാണിച്ചിട്ടുള്ള ക്ലസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു 7 സെൽ ക്ലസ്റ്റർ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. 7 സെല്ലുകൾ ഉണ്ട് അല്ലേ, എ മുതൽ ജി വരെ. അപ്പൊ 7 സെല്ലുണ്ട്, 7 സെൽ ക്ലസ്റ്റർ ആണ് കാണിച്ചിട്ടുള്ളത്. ഇതിനകത്ത് എന്താണെന്ന് എ എന്ന് പറയുന്നത് റീയൂസ് ചെയ്യുന്നത് അടുത്ത ക്ലസ്റ്ററിലുള്ള എയ്ക്കകത്താണ്. ഓക്കെ, അപ്പൊ ഈ എനെയും ഈ എനെയും വിളിക്കുന്നത് എന്താണ്? കോ ചാനലുകൾ എന്നാണ്. ഓക്കെ, അപ്പൊ അവർ നമ്മൾ ഫിസിക്കൽ ഡിസ്റ്റൻസ് ആണ് ഈ കാണിച്ചു വെച്ചിട്ടുള്ളത്. ഫിസിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോ ചാനൽ സെൽസ്, എയും എയും തമ്മിൽ, സിയും സിയും തമ്മിൽ. ഓക്കെ, അങ്ങനെ ഓരോന്നും ഡിയും ഡിയും തമ്മിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഓരോന്നും തമ്മിലുള്ള ഫിസിക്കൽ ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ഒക്കെ സെയിം ആയിരിക്കും കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് അങ്ങനെയാണ് ഒരു ക്ലസ്റ്റർ. ഇതാണ് ഒരു സെല്ല്. ക്ലസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ, ഒരു ക്ലസ്റ്ററിൻ്റെ ഉള്ളിൽ ഒരുപാട് സെല്ലുകൾ ഉണ്ടാവും. ആ സെല്ലുകളിലേക്ക് തന്നെ ഫ്രീക്വൻസീസ് നമുക്ക് അടുത്ത സെല്ലിൽ, ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ക്ലസ്റ്ററിൽ ഉപയോഗിക്കാം. ഇത്രയും സെല്ലുള്ള ക്ലസ്റ്റേഴ്സിൽ ഉപയോഗിക്കാം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഹാൻഡ് ഓഫ് ഇൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു. ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെൽ കവറേജ് ഏരിയയിൽ നിന്ന്, ഒരു സെല്ലിൻ്റെ കവറേജ് ഏരിയയിൽ നിന്ന് അടുത്ത കവറേജ് ഏരിയയിലേക്ക് പോകുമ്പോൾ, ഓക്കെ, അതിനെയാണ് അവിടെ ഒരു എന്താ പറയുക, ഇവിടെ ഒരു ബേസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ബേസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ ബേസ് സ്റ്റേഷൻ്റെ കവറേജിൽ നിന്ന് ആ ബേസ് സ്റ്റേഷൻ കിട്ടുന്ന കവറേജ് ഏരിയ എത്രയാണ്? ആ സെല്ല് മുഴുവൻ കിട്ടുന്നുണ്ട്. എ എന്ന് പറയുന്ന സെല്ലിൽ മുഴുവൻ എയുടെ ബേസ് സ്റ്റേഷൻ്റെ കവറേജ് കിട്ടുന്നുണ്ട്. ഇനി ബി എന്ന് പറയുന്ന ഒരു സെല്ലുണ്ട്, ബിയുടെ കവറേജ് മുഴുവൻ കിട്ടുന്നത് ബി എന്ന് പറയുന്ന ബേസ് സ്റ്റേഷനിലാണേ. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ ഒരു മൊബൈലും കൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. യാത്ര ചെയ്ത് എയിൽ നിന്ന് വിട്ട് ബിയിലേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു ഹാൻഡ് ഓഫ് സംഭവിക്കും. എന്ത്? ഒരു ബേസ് സ്റ്റേഷൻ അടുത്ത ബേസ് സ്റ്റേഷനിലേക്ക് അതിൻ്റെ ഈ കോളിനെ അങ്ങോട്ട് കൊടുക്കും, ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അതിനെയാണ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇറ്റ് ഈസ് ചേഞ്ചിങ് ദ സിം കാർഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ അല്ല, സിം കാർഡ് മാറ്റുന്നതിനല്ല പറയുന്നത്. ട്രാൻസ്ഫറിങ് ആൻ ഓൺ ഗോയിങ് കോൾ ഫ്രം വൺ സെൽ ടു അനദർ. ബി ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം. സ്വിച്ചിങ് ഫ്രം 2G to 3G അല്ല, അലൊക്കേറ്റിംഗ് ഫ്രീക്വൻസി ടു എ ന്യൂ യൂസറും അല്ല. ഓക്കെ, അപ്പോൾ ഹാൻഡ് ഓഫ് ഓർ ഹാൻഡ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ എ മൊബൈൽ യൂസർ മൂവ്സ് ഫ്രം വൺ സെൽ കവറേജ് ഏരിയ ടു അനദർ, ദ നെറ്റ്വർക്ക് മസ്റ്റ് ട്രാൻസ്ഫർ ദി കോൾ ടു എ ന്യൂ ബേസ് സ്റ്റേഷൻ ടു മെയിൻറ്റെയിൻ കണ്ടിന്യൂറ്റി. ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഹാൻഡ് ഓഫ് ഓർ ഹാൻഡ് ഓവർ. ഇത് തന്നെ സോഫ്റ്റ് ഹാൻഡ് ഓഫും ഉണ്ടാവും, ഹാർഡ് ഹാൻഡ് ഓഫും ഉണ്ടാവും കേട്ടോ. ഹാർഡ് ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബേസ് സ്റ്റേഷനിൽ നിന്നുള്ള കോളിന് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും അടുത്ത കോളിലേക്ക് ഇത് കണക്ഷൻ കൊടുക്കുക, അടുത്ത ബേസ് സ്റ്റേഷനിലേക്ക് കണക്ഷൻ കൊടുക്കുക. ഹാർഡ് ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ അതാണ്. സോഫ്റ്റ് ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അടുത്ത ബേസ് സ്റ്റേഷൻ്റെ പരിധിയിൽ എത്തുമ്പോഴേക്കും അടുത്ത ബേസ് സ്റ്റേഷനും കൂടെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമേ വളരെ സ്മൂത്തായിട്ട് കിട്ടിക്കഴിയുമ്പോൾ പഴയ ആളെ അങ്ങോട്ട് ഉപേക്ഷിക്കും. അതാണ് സോഫ്റ്റ് ഹാൻഡ് ഓഫ്. അപ്പോൾ ഒരിക്കലും കോൾ ഡ്രോപ്പ് ആവാൻ സാധ്യതയില്ല അവിടെ സോഫ്റ്റ് ഹാൻഡ് ഓഫിൽ. ഹാർഡ് ഹാൻഡ് ഓഫിൽ കോൾ ഡ്രോപ്പ് ആവാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം. In GSM, each carrier frequency is divided into how many time slots? അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കണം GSM എന്ന് പറയുന്നത് എന്താണ്? അതിനകത്ത് TDMA യും
FDMA ഉപയോഗിക്കുന്നുണ്ട്. FDMAക്കകത്ത് FDMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സസ് ആണ്. ഓരോ ചാനലും 200 കിലോ ഹെർട്സ് കാരിയർ ഉള്ള ചാനൽസ് ആണ്. ഓക്കെ, കാരിയർ ചാനൽസ് ആണ്. ഈ ഓരോ 200 കിലോ ഹെർട്സ് കാരിയേഴ്സും ഉണ്ടല്ലോ, ഇതാണ് ഒരു 200 കിലോ ഹെർട്സ് കാരിയർ എങ്കിൽ ഇതിനെ എത്ര ടൈം സ്ലോട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? 8 ടൈം സ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് TDMA എന്ന് പറയുന്നത്. 8 ടൈം സ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് TDMA ഇവിടെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്. ഓരോ 200 കിലോ ഹെർട്സ് കാരിയേഴ്സ് ആയി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിനെയാണ് FDMA അവിടെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈച്ച് കാരിയർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ carrier frequency ഓരോന്നും 200 kilohertz ഉള്ള carrier frequency ആണ്. is divided into how many time slots? How many? 8. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, in GSM each 200 kilohertz carrier frequency is divided into 8 time slots using TDMA. Each user occupies 1 time slot per frame, allowing up to 8 simultaneous users per carrier. Okay, ഓരോ യൂസർക്കും ഓരോ ടൈം സ്ലോട്ട് കൊടുക്കും. ഇത് യൂസർ 1 ആണെങ്കിൽ ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6, ഇത് 7, ഇത് 8, അങ്ങനെ 8 പേർക്ക് സൈമൾട്ടേനിയസ്ലായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം. The process of using the same frequency channels in different cells separated by sufficient distance is called. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഫ്രീക്വൻസി റീയൂസ് എന്നാണ് അല്ലേ. ഒരേ ഫ്രീക്വൻസി, സെയിം ഫ്രീക്വൻസി ചാനൽസിനെ വേറൊരു സെല്ലിൽ പോയിട്ട് അതേ ഫ്രീക്വൻസി ചാനലുകൾ ഉപയോഗിക്കാൻ പറ്റുന്നതിന് എന്താ പറയുക? ഫ്രീക്വൻസി റീയൂസ് ആണ്. ഫ്രീക്വൻസി റീയൂസ് ചെയ്യുന്നത് ആരൊക്കെയാണ്? കോ ചാനൽ സെല്ലുകളാണ് കേട്ടോ. Co-channel cells ആണ് frequency reuse ചെയ്യുക. Frequency reuse allows same frequency band to be used in non-adjacent cells. Adjacent cells തമ്മിൽ same frequency channels അല്ല. Okay, maximizing capacity while minimizing the interference. അടുത്ത ചോദ്യം. അടുത്തത്, which of the following generations introduced packet switched data? 1G ആണോ, 2G ആണോ, 2.5G ആണോ, 3G ആണോ എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം കേട്ടോ. 1Gക്കകത്ത് എന്താണ് ഉണ്ടായത്? 1G സിസ്റ്റത്തിൽ എന്താ ഉണ്ടായി അറിയോ? 1G ടെക്നോളജി എന്ന് പറയുന്നിടത്ത് എന്താ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അനലോഗ് സെല്ലുലാർ ടെലിഫോണിയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് വോയിസ് കോളുകൾ മാത്രമേ നമുക്ക് പണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. PSTN എന്നൊക്കെ പറയുന്ന സംഭവമാണ് അവിടെ വരുന്നത് കേട്ടോ. അവിടെ നമുക്ക് വോയിസ് കോൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വോയിസ് മാത്രമേ വരുന്നുള്ളൂ. 2Gക്കകത്താണെങ്കിൽ സർക്യൂട്ട് സ്വിച്ചിങ് ഒക്കെ വന്നു, കുറേശ്ശെ ഡാറ്റയൊക്കെ സ്ട്രീം ചെയ്യാൻ പറ്റും. ഡാറ്റ സ്ട്രീമിംഗ് അല്ല, ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ പറ്റും. വോയിസ് ആൻഡ് ഡാറ്റയൊക്കെ പറ്റുമായിരുന്നു 2Gക്കകത്ത്. 2.5G വന്നപ്പോഴാണ് GPRS എന്ന് പറയുന്ന സംഭവം വന്നത്. GPRSലാണ് പാക്കറ്റ് സ്വിച്ചിങ് ഇൻട്രൊഡ്യൂസ് ആവുന്നത്. ഓക്കെ, ഇനി 3G എന്ന് പറയുമ്പോഴേക്കും കുറേ കൂടെ വലിയ ഒരു മാറ്റമാണ് 3G കൊണ്ടുവന്നത്. ഈ 2G ഒക്കെ ആയപ്പോഴേക്കൊക്കെ 2G കഴിഞ്ഞ് 3G ഒക്കെ ആകുമ്പോഴേക്കൊക്കെ സ്മാർട്ട് ഫോണുകളൊക്കെ വന്നു കേട്ടോ. സ്മാർട്ട് ഫോണിൽ തന്നെ നമുക്ക് 3Gക്കകത്ത് അറിയാം ഡാറ്റ സ്ട്രീമിങ് ചെയ്യാൻ പറ്റും, കുറേ കൂടെ സ്പീഡുള്ള ഫാസ്റ്റായിട്ടുള്ള ഇന്റർനെറ്റ് ആക്സസ് ഒക്കെ കിട്ടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ 3G എന്ന് പറയുന്നത് അതാണ്. 4G എന്ന് പറയുമ്പോൾ നമ്മൾ LTE എന്ന് ഓർത്ത് വെക്കുക, ലോങ് ടേം എവല്യൂഷൻ. LTE വന്നത് 4Gയിലാണ്. 5G എന്ന് പറയുമ്പോൾ IoT കാര്യങ്ങളൊക്കെ വന്നു. 5G എന്ന് പറയുമ്പോൾ IoT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അതറിയാലോ അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓർത്ത് വെക്കുക. അപ്പോൾ 2.5Gക്കകത്താണ് GPRS വന്നതും പാക്കറ്റ് സ്വിച്ചിങ് വന്നതും. അപ്പോൾ 2.5G ടെക്നോളജീസ് ലൈക്ക് GPRS ഇൻട്രൊഡ്യൂസ്ഡ് പാക്കറ്റ് സ്വിച്ച്ഡ് ഡേറ്റ ട്രാൻസ്മിഷൻ ഓവർ GSM നെറ്റ്വർക്ക്സ് enabling mobile internet and email services. ഓക്കെ, അപ്പോൾ GPRS വരുമ്പോഴാണ് പാക്കറ്റ് സ്വിച്ചിങ് വന്നത്. അതിന് മുമ്പ് സർക്യൂട്ട് സ്വിച്ചിങ് ആണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം. The shape of a cell in a cellular network is ideally considered as. അപ്പോൾ ഷേപ്പ് ഓഫ് എ സെൽ എങ്ങനെയാണ്? നമ്മളിപ്പോൾ കണ്ടു, അത് ഹെക്സഗണൽ ഷേപ്പ് ആണ് അല്ലേ. എന്തുകൊണ്ട് ഹെക്സഗൺ ഷേപ്പ് ഉപയോഗിക്കുന്നതെന്ന് അറിയോ? ഇറ്റ് പ്രൊവൈഡ്സ് എഫിഷ്യൻറ്റ് കവറേജ് വിത്തൗട്ട് ഓവർലാപ്പ് ഓർ ഗ്യാപ്പ്. ഇപ്പോൾ സർക്കിൾ ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ആദ്യം പറഞ്ഞ പോലെ സർക്കിൾ ആണ് വിചാരിക്കുക. സർക്കിൾ ആണെങ്കിൽ ഒരു സർക്കിൾ ഇവിടെ വന്നു, ഇവിടെ ഒരു സർക്കിൾ വന്നു, ഇവിടെ ഒരു സർക്കിൾ വന്നു. ഈ ഗ്യാപ്പിൽ ഇവിടെയുള്ള മനുഷ്യന്മാർക്ക് ആര് നെറ്റ് കൊടുക്കും? ആര് കോള് ചെയ്യുമ്പോൾ കവറേജ് കൊടുക്കും? ആരും ഇല്ല കൊടുക്കാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഓവർലാപ്പ് ചെയ്യിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഈ ഏരിയ ഫുൾ ഓവർലാപ്ഡായി. ഓക്കെ, അപ്പോൾ അതൊന്നും ഇല്ലാതെ
പിന്നെ സ്ക്വയർ അപ്പം എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ, ട്രയാങ്കിൾ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്ക്വയർ വന്നു കേട്ടോ, ഇവിടെ ഒരു സ്ക്വയർ വന്നു, ഇവിടെ ഒരു സ്ക്വയർ. അപ്പോൾ സ്ക്വയേഴ്സ് ഇങ്ങനെ നമുക്ക് വെക്കാം കേട്ടോ. പക്ഷേ ഏറ്റവും ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് ഏരിയ, ഏറ്റവും കൂടുതൽ ഏരിയ ഒരു ബേസ് സ്റ്റേഷൻ ഏകദേശം നടുക്ക് വെക്കുമ്പോൾ മാക്സിമം എല്ലാ ഭാഗങ്ങളിലേക്കും ഏറ്റവും നല്ലോണം ഏരിയ കിട്ടുന്നത് ശരിക്കും സർക്കിളാണ്. ഓക്കെ, ആ സർക്കിളിനെ ഏകദേശം സർക്കിള് പക്ഷെ പറ്റില്ല എന്ന് നമ്മളിപ്പോൾ കണ്ടു അല്ലേ. സർക്കിൾ എന്തുകൊണ്ട് പറ്റില്ല, കാരണം അവിടെ ഒന്നുകിലും ഓവർലാപ്പ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ. അപ്പോൾ സർക്കിൾ പറ്റില്ല. അപ്പോൾ സർക്കിളിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഹെക്സഗണൽ ഷേപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ഏകദേശം ഹെക്സഗണായിട്ട് അതിനെ ഉപമിക്കുന്നത് കേട്ടോ. അതിനെ കൺസിഡർ ചെയ്യുന്നത് ഐഡിയലി. ശരിക്കും ഹെക്സഗൺ ഒന്നും ആയിരിക്കില്ല. ഓക്കെ, ശരിക്കും ജോഗ്രഫിക്കൽ ഏരിയ അനുസരിച്ചിട്ടല്ലേ, ചിലപ്പോൾ ശരിക്കും ഹെക്സഗൺ ഒന്നും ആയിരിക്കണം എന്നില്ല, പക്ഷേ ഏകദേശം ഒരു ഹെക്സഗണിന്റെ ഷേപ്പ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അടുത്തത് ഫ്രീക്വൻസി റീയൂസ് റെഫേഴ്സ് ടു. ഫ്രീക്വൻസി റീയൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരേ ഫ്രീക്വൻസി കുറേ ദൂരത്തുള്ള കോ ചാനൽസ് തമ്മിൽ റീയൂസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, കോ ചാനൽ സെൽസ് റീയൂസ് ചെയ്യുന്നതിനാണ് ഫ്രീക്വൻസി റീയൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. യൂസിങ് ദ സെയിം ഫ്രീക്വൻസി വിതിൻ ദ സെയിം സെൽ. അതെങ്ങനെ ശരിയാവുക, മനസ്സിലായില്ല. യൂസിങ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ഫോർ എവറി സെൽ. ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ആണ് ഉപയോഗിക്കുക ഓരോ സെല്ലിൽ ഒരു ക്ലസ്റ്ററിനകത്ത്, പക്ഷെ അതിനൊന്നും അല്ല ഫ്രീക്വൻസി റീയൂസ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി റീയൂസ് എന്ന് പറഞ്ഞാൽ യൂസിങ് ദ സെയിം ഫ്രീക്വൻസി ഇൻ ഡിഫറെൻറ്റ് സെൽസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. അതെ, ചേഞ്ചിങ് ഫ്രീക്വൻസി കണ്ടിന്യൂസ്ലി, അതല്ല കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്നതിന് ഹോപ്പിംഗ് എന്നൊക്കെ പറയാം കേട്ടോ. അത് ഡിപ്പെൻസ്, ഫ്രീക്വൻസി ഹോപ്പിംഗിൽ ഫാസ്റ്റ് ഹോപ്പിങ്ങോ സ്ലോ ഹോപ്പിങ്ങോ ഒക്കെ ആവാം ചേഞ്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ റീയൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് യൂസിങ് ദ സെയിം ഫ്രീക്വൻസി ഇൻ ഡിഫറെൻറ്റ് സെൽസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ഓക്കെ, അടുത്തത് ഫ്രീക്വൻസി റീയൂസ് ഫാക്ടർ ഇസ് ഡിഫൈൻഡ് ആസ്. ഫ്രീക്വൻസി റീയൂസ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n എന്നാണ് നമ്മുടെ ക്ലസ്റ്റർ സൈസ് എന്ന് വിചാരിക്കുക. നമ്മൾ കുറച്ച് മുമ്പ് 7 സെൽ ക്ലസ്റ്റർ കണ്ടില്ലേ, അവിടെ n എന്ന് പറയുന്നത് 7 ആട്ടോ. അപ്പോൾ ഫ്രീക്വൻസി റീയൂസ് ഫാക്ടർ എന്ത് വരും എന്നറിയോ, 1/n വരും. അതായത് അവിടെയാണെങ്കിൽ 1/7 വരും. ഓക്കെ, അപ്പോൾ 1/n ആണ് ഫ്രീക്വൻസി റീയൂസ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി റീയൂസ് ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് എന്താ പറയുക, ഈ n എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിൽ ഓക്കെ, അതിനർത്ഥം നമുക്ക് ഹയർ ഫ്രീക്വൻസി റീയൂസ് ഉണ്ടാകുന്നു എന്നും, അതായത് ഈ n ചെറുതാണെങ്കിലേ 1/n മൊത്തത്തിൽ ഫ്രീക്വൻസി റീയൂസ് ഫാക്ടർ എന്ന് പറയുന്ന ആള് എന്തായി, കൂടിയില്ലേ. n കുറഞ്ഞ റീയൂസ് ഫാക്ടർ കൂടിയില്ലേ, അതായത് ഹൈ ഫ്രീക്വൻസി റീയൂസ് വന്നില്ലേ അവിടെ. അതേപോലെ കപ്പാസിറ്റിയും കൂടും. ഓക്കെ, കപ്പാസിറ്റിയും കൂടും, ഫ്രീക്വൻസി റീയൂസും കൂടും. ഓക്കെ, n ചെറുതായാലാണ് ഇതൊക്കെ സംഭവിക്കുക കേട്ടോ. അടുത്തത് cluster size n in a cellular system must satisfy the relation. ഏത് റിലേഷൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ n equal to i² plus ij plus j² ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഐയും j എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are the integers representing horizontal and diagonal cell shifts to reach the co-channel cell. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കി നോക്കാം അതെങ്ങനെയാണ് സംഭവം എന്നുള്ളത് കേട്ടോ. നമുക്കിവിടെ നോക്കാം. നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലസ്റ്റർ നോക്കി നോക്കൂ. എ എന്ന് പറയുന്ന ഒരു സെല്ലുണ്ട് കേട്ടോ. ആ സെല്ലിൻ്റെ കോ ചാനൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, ആ എ എന്ന് പറയുന്നത് പിന്നെ റീയൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഈ എ മുതൽ ഈ എ വരെയുള്ള ദൂരം നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണെ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, കുറച്ച് ദൂരം ട്രാവൽ ചെയ്യും. ഓക്കെ, ഹൊറിസോണ്ടലായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഡയഗണൽ ആയിട്ടായാലും ഇവിടെ നിന്ന് ഈ ഹെക്സഗണലിൻ്റെ മിഡിലിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യേ. എന്നിട്ട് കുറച്ച് ദൂരം കഴിയുമ്പോൾ നമ്മളൊരു 60 ഡിഗ്രി ടേൺ ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആൻറ്റി ക്ലോക്ക് വൈസ് ടേൺ ചെയ്താലേ ഇതെങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെയായി അല്ലേ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെയായി മാറി. അപ്പോൾ അതൊരു ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അല്ലേ. ഇതാണ് 60 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ പോകേണ്ടതിന് പകരം ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് 60 ഡിഗ്രി ടേൺ ചെയ്തിട്ട് വീണ്ടും ഒരു 1-2 ദൂരം കൂടെ പോയി. അപ്പോൾ ഇങ്ങനെ എത്ര ദൂരം ആദ്യം പോയ രീതിയിൽ എത്ര ദൂരം പോയി നോക്കാം. 1, 2, 3. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഐ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഡയഗണലായിട്ട് എത്ര ദൂരം പോയി, 2 അല്ലേ. അപ്പോൾ ഐ ഈക്വൽ ടു 3, ജെ ഈക്വൽ ടു 2 ആണ്. ഇനിയിപ്പോൾ ഇപ്പുറത്തുള്ള എ എത്താൻ അങ്ങനെയാണ്. ഇപ്പുറത്തുള്ള എ എത്താൻ എങ്ങനെ പോയി നോക്കിയതേ, 1, 2, 3. ഓക്കെ, ഇതിൻ്റെ ഈ എയിൽ നിന്ന് ഇങ്ങനെ നേരെ പോയിട്ട് 3 പോയിട്ട് ഇവിടേക്ക് 2 ദൂരം പോയി.
ഓക്കെ, ഒരു ടേണിങ് കഴിഞ്ഞിട്ട് ഒരു 60 ഡിഗ്രി ടേണിങ് കഴിഞ്ഞിട്ട് വീണ്ടും 2 ദൂരം പോയി. അപ്പോൾ i = 3യും j = 2 ആണ് എല്ലാ എയിലേക്കും. ഒരു എയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള എകളിലേക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കൊന്ന് വാല്യൂ ഇട്ട് നോക്കാം. നമുക്ക് എന്താണ് വാല്യൂ? i² + j² + ij ആണ് n-ന്റെ വാല്യൂ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ i² എന്ന് പറയുമ്പോൾ 3² കിട്ടി, j² 2² കിട്ടി, ij എന്ന് പറയുമ്പോൾ 3 × 2 എന്ന് കിട്ടി. അപ്പോൾ എന്ത് വന്നു? 9 + 4 + 6, അതായത് 19 എന്ന് നമുക്ക് വരും. ഇവിടെ ക്ലസ്റ്റർ സൈസ് എത്രയാണ്? 19 ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ i എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് മൂവ് ചെയ്യുന്നു എന്ന് തന്നെ കരുതണ്ട. ഏറ്റവും തൊട്ടടുത്തുള്ള ഹെക്സഗണൽ സെല്ലിന്റെ സെന്ററിലേക്കുള്ള ദൂരം അതേ രീതിയിൽ എത്ര സെല്ലുകളിലൂടെ പോകുന്നുണ്ട് അത് i എടുക്കുക, ആ എണ്ണം i ആയിട്ട് എടുക്കുക. പിന്നെ ഒരു 60 ഡിഗ്രി ടേൺ ചെയ്തിട്ട് എത്ര ദൂരം കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം പോകുന്നതിനെയാണ് i എന്ന് പറയുന്നത്. പിന്നെ ഒരു 60 ഡിഗ്രി ടേൺ ചെയ്തിട്ട് ആ രണ്ട് മൂവ്മെന്റേ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ദേ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് പോയി അങ്ങനെയൊന്നും പറ്റൂല. ആകെ 2 ടേണിങ്ങേ പറ്റുള്ളൂ എയിൽ നിന്ന് അടുത്ത എയിലേക്ക് എത്താൻ. ഓക്കെ, അല്ലെങ്കിൽ ബിയിൽ നിന്ന് അടുത്ത ബിയിലേക്ക് എത്താൻ ആകെ 2 ടേണിങ്ങേ പറ്റുള്ളൂ. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെയാണ് ഐയും ജെയും കിട്ടുന്നത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Co-channel cells use. Co-channel cells എന്താണ് യൂസ് ചെയ്യുക? സെയിം സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ് ആണ്. നമുക്കറിയാം എ ഉണ്ടെങ്കിൽ അടുത്ത എ ഉപയോഗിക്കുന്ന സെയിം സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ് ആണ്. ഡിഫറെൻറ്റ് ഫ്രീക്വൻസി അല്ല, അഡ്ജസൻറ്റ് ഫ്രീക്വൻസി അല്ല, ഫ്രീക്വൻസി ഹോപ്പിങ്ങും അല്ല. ഓക്കെ, അതെന്തിനാണ് ഇത്രയും ദൂരെയുള്ള co-channel സെല്ലുകൾ തമ്മിൽ സെയിം സെറ്റ് ഓഫ് ഫ്രീക്വൻസി ഉപയോഗിച്ചാലും എന്തുണ്ടാവില്ല? ഒരുപാട് ദൂരത്തല്ലേ, സ്പേസ്ഡ് അല്ലേ, അതുകൊണ്ട് തന്നെ ഇൻ്റർഫറൻസ് കുറവായിരിക്കും. അടുത്തത്, ഇന്റർഫറൻസ് കോസ്ഡ് ബൈ റീയൂസ് ഓഫ് ദി സെയിം ഫ്രീക്വൻസി ഇൻ നിയർബൈ സെൽ ഇസ് കോൾഡ്. അപ്പോൾ റീയൂസ് കാരണം, സെയിം ഫ്രീക്വൻസി റീയൂസ് കാരണം നിയർ ബൈ സെൽസിൽ ഉണ്ടാവുന്ന ഇന്റർഫറൻസിന് എന്താണ് പറയുന്നത്? കോ ചാനൽ ഇന്റർഫറൻസ്. ഓക്കെ, ഒരേ ഫ്രീക്വൻസി ഉപയോഗിക്കുന്നതിന് കോ ചാനൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ഇന്റർഫറൻസിന് എന്ത് വിളിക്കും? കോ ചാനൽ ഇന്റർഫറൻസ് എന്ന് വിളിക്കും. അഡ്ജസൻറ്റ് ചാനൽ അല്ല, ക്രോസ് ടോക്ക് അല്ല, മൾട്ടിപാത്ത് ഫേഡിംഗ് അല്ല കേട്ടോ. അടുത്തത്, increasing cluster size n will, cluster size n കൂടിയ, നമ്മൾ പറഞ്ഞു 1/n ആണ് റീയൂസ് ഫാക്ടർ എന്ന് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ n കൂടി കഴിഞ്ഞാൽ റീയൂസ് കുറയും. അപ്പം എന്ത് സംഭവിക്കും? അവിടെ കപ്പാസിറ്റിയും കുറയും. ഓക്കെ, കപ്പാസിറ്റി കുറയും. പക്ഷേ n കൂടിക്കഴിഞ്ഞാൽ അവിടെ ഇൻ്റർഫറൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു ക്ലസ്റ്ററിനകത്ത് ഇപ്പോൾ ഒരു 19 എണ്ണത്തിൻ്റെ ക്ലസ്റ്ററൊക്കെ നമ്മളിപ്പോൾ കണ്ടില്ലേ, അവിടെയൊക്കെ ഒരു ഇൻ്റർഫറൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ 19 എണ്ണത്തിൻ്റെ കഴിഞ്ഞിട്ടാണ് അടുത്ത 19 എണ്ണം വരിക. അപ്പോൾ ഈ എയിൽ നിന്ന് ഈ എയിലേക്കൊക്കെ നല്ല ദൂരമുണ്ട്. അപ്പോൾ ഈ എയും കൂടെ ഒരേ ഫ്രീക്വൻസി ഉപയോഗിക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നമൊക്കെ വരുന്നത്. തൊട്ടടുത്തൊന്നും അല്ല, ഈ 19 എണ്ണം കഴിഞ്ഞ് ഇത് ഇത്രയും ദൂരത്ത് അവിടെ പോയി കിടക്കുന്നത്. ഐയും ജെയൊക്കെ ദൂരത്താണ് പോയി കിടക്കുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി? ഇൻ്റർഫറൻസ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ കപ്പാസിറ്റി കുറയുന്നതനുസരിച്ചിട്ട് ഇൻ്റർഫറൻസും കുറവായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഓപ്ഷൻസ്. ഇൻക്രീസ് കപ്പാസിറ്റി ആൻഡ് റെഡ്യൂസ് ഇൻ്റർഫറൻസ്. റെഡ്യൂസ് ഇൻ്റർഫറൻസ് ശരിയാ, പക്ഷേ കപ്പാസിറ്റി കൂട്ടുന്നില്ല. റെഡ്യൂസ് കപ്പാസിറ്റി ഇൻക്രീസ് ഇൻ്റർഫറൻസ് അല്ല, ശരിയല്ല. റെഡ്യൂസ് കപ്പാസിറ്റി ബട്ട് ഓൾസോ റെഡ്യൂസ് interference, അതാണ് ശരിയായ ഉത്തരം. ഓക്കെ, ലാർജർ ക്ലസ്റ്റർ സൈസ് മീൻസ് fewer cells reuse the same frequency, reducing interference but limiting the capacity. Okay, it reduces interference but it limits the capacity ട്ടോ. അടുത്തത്, adjacent channel interference occurs because of. adjacent channel interference എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ adjacent ചാനലുകൾ തമ്മിലുണ്ടല്ലോ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസീസ് വളരെ അടുത്തടുത്തുള്ള ഫ്രീക്വൻസീസ് ആണെന്ന് വിചാരിക്കാം. എന്തായാലും ഇൻ്റർഫറൻസ് ഉണ്ടാവില്ലേ? ഈ ചാനലും തമ്മിൽ, ഓക്കെ, ഈ രണ്ട് സെല്ലുകൾ തമ്മിൽ വളരെ അടുത്തടുത്തുള്ള ഫ്രീക്വൻസീസ് ആണ്. ഇടയിൽ ബാൻഡ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ വളരെ ക്ലോസ് ആണ്. ഇവർ തമ്മിൽ ഫിൽറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? എന്തായാലും ഇൻ്റർഫറൻസ് ഉണ്ടാവും. ഓക്കെ, അതായത് ഞാനിവിടെ തുറന്നിട്ട് പഠിപ്പിച്ചിട്ട് തൊട്ടപ്പുറത്തും ഒരു ക്ലാസ്സും തുറന്നിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇൻ്റർഫറൻസ് ഉണ്ടാവില്ലേ? അതേപോലെ തന്നെ തൊട്ടടുത്തടുത്തുള്ള ഗാർഡ് സ്പേസ് ഒന്നും കൊടുക്കാതെ ഈ ഇത് പറഞ്ഞ പോലെ ഫ്രീക്വൻസീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് ചാനൽ ഇൻ്റർഫറൻസ് ഉണ്ടാവും. അഡ്ജസൻറ്റ് ചാനലുകളിലാണ് ഇൻ്റർഫറൻസ് ഉണ്ടാവുന്നത് കേട്ടോ. ഇനി ഇംപ്രോപ്പർ ഫ്രീക്വൻസി സെപ്പറേഷൻ ബിറ്റ്വീൻ ചാനൽസ്, അത് തന്നെയാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. ഫ്രീക്വൻസി റീയൂസിൻ്റെ കാര്യമൊന്നും അവിടെ വരുന്നില്ല. പുവർ ഹാൻഡ് ഓഫ് മാനേജ്മെൻ്റ് അല്ല, ഡോപ്ലർ ഇഫക്റ്റും അല്ല. ഓക്കെ, ഫ്രീക്വൻസി ബാൻഡുകൾ വളരെ ക്ലോസ് ടു ഈച്ച് അതർ ആവുമ്പോഴാണ്, അങ്ങനെ അലൊക്കേറ്റ് ചെയ്യുമ്പോഴാണ്, ഫ്രീക്വൻസി സെപ്പറേഷൻ ശരിയല്ലാതെ ആവുമ്പോഴാണ് ഈ അഡ്ജസൻറ്റ് ചാനൽ ഇൻ്റർഫറൻസ് ഉണ്ടാവുന്നത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം.
The process of transferring an ongoing call from one cell to another is called. അത് നമ്മൾ കണ്ടതാണ്. ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് പോകുന്ന ഒരു ഓൺഗോയിങ് കോളിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ഹാൻഡ് ഓഫ് എന്ന്. ഈ റോമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും പെട്ടെന്ന് റോമിംഗ് അല്ലേ, അങ്ങനെ ഒരു കോൾ അങ്ങനെ വേറൊരു സെല്ല്, അങ്ങനെയല്ല കേട്ടോ. അതായത് റോമിംഗ് എന്ന് പറഞ്ഞാൽ സ്വന്തം നേറ്റീവ് ആയിട്ടുള്ള നെറ്റ്വർക്കിൽ നിന്ന് തന്നെ അത് പോകും. ഓക്കെ, എന്നിട്ട് എൻറ്റയർലി വേറൊരു സ്ഥലത്ത് വേറൊരു നെറ്റ്വർക്കിൻ്റെ സഹായത്തോടു കൂടിയാണ് പിന്നീട് അത് വർക്ക് ചെയ്യുക. പക്ഷേ ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിൽ നിന്നൊന്നും പോകുന്നില്ല. ഇപ്പോൾ എയർടെലിൻ്റെ സിമ്മാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതേ എയർടെലിൻ്റെ മറ്റേ ടവറുകൾ തന്നെ നമുക്ക് റേഞ്ച് തരും. പക്ഷേ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു ടവറിൻ്റെ റേഞ്ചിൻ്റെ പരിധിയിൽ നിന്ന് മറ്റൊരു ടവറിൻ്റെ റേഞ്ചിൻ്റെ പരിധിയിലേക്ക് വരുന്നു എന്ന് മാത്രം. ഓക്കെ, അടുത്ത ചോദ്യം. In GSM, hand-off decision is primarily based on. Hand-off decision എങ്ങനെയാണ് എടുക്കുന്നത് എന്നാണ് ചോദ്യം. യൂസേഴ്സ് വെലോസിറ്റി അനുസരിച്ചിട്ടല്ല. അതായത് ഇപ്പോൾ ഒരു സെല്ലുണ്ട് കേട്ടോ. ഒരു സെല്ലിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. ഒരു കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, കാറിൻ്റെ വെലോസിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഇത്ര ദൂരം കൊണ്ട് ഈ കാർ ഇവിടെ എത്തും, അപ്പോൾ നമുക്ക് ഹാൻഡ് ഓഫ് കൊടുക്കാം എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. ഇവരിടയിൽ വെച്ചൊരു ഹോട്ടലിൽ നിർത്തി ചായ കുടിക്കാൻ നിർത്തിയല്ലോ. അപ്പോൾ വെലോസിറ്റി അനുസരിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത് കേട്ടോ. സിഗ്നൽ സ്ട്രെങ്ത് ആൻഡ് ക്വാളിറ്റി അതനുസരിച്ചിട്ടാണ് ഹാൻഡ് ഓഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതായത് ഈ കാർ ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ എത്തുമ്പോഴേക്കും ഈ ടവറിൻ്റെ റേഞ്ചിൻ്റെ പരിധിയിൽ നിന്ന് വിട്ടല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ടവറിൻ്റെ റേഞ്ചിൽ നിന്ന് വിടുമ്പോൾ ഈ കാറിന് ഈ ടവറിൻ്റെ ഇത് കിട്ടില്ല. അപ്പോൾ സിഗ്നൽ സ്ട്രെങ്ത് കുറഞ്ഞു വരിക. അപ്പോഴേക്കും നമുക്ക് മനസ്സിലാവും എന്ത്, ഇവിടേക്ക് ഈ ടവറിൻ്റെ പരിധിയിൽ അത് വന്നു, ഈ ടവറിന് ഇതിന് കവറേജ് കൊടുക്കാമെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ when the received signal strength from the current cell falls below a threshold and neighboring cell's signal becomes strong, handoff is triggered. ഓക്കെ, അങ്ങനെയാണ് ഹാൻഡ് ഓഫ് ട്രിഗർ ചെയ്യുന്നത്. സിഗ്നൽ സ്ട്രെങ്ത് ആൻഡ് ക്വാളിറ്റി ഡിറ്റോറേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഒരു ത്രെഷോൾഡിന് താഴെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹാൻഡ് ഓഫ് ആക്ടിവേറ്റ് ആവും കേട്ടോ, ട്രിഗർ ആവും കേട്ടോ. അടുത്തത് സോഫ്റ്റ് ഹാൻഡ് ഓഫ് ഇസ് എ ഫീച്ചർ ഓഫ്. സോഫ്റ്റ് ഹാൻഡ് ഓഫ് ആരാ തരുന്നത്? CDMA ആണ് സോഫ്റ്റ് ഹാൻഡ് ഓഫ് തരിക കേട്ടോ. അപ്പോൾ GSM ആണോ? അല്ല. FDMA അല്ല. TDMA അല്ല. CDMA ആണ്. It allows a caller to connect to multiple base stations simultaneously during handoff, ensuring smooth transition. Okay, multiple base stationലേക്ക് ഒരേ സമയം കണക്ട് ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് വേറൊരെണ്ണത്തിൽ നല്ല സിഗ്നൽ കിട്ടുമ്പോൾ ബാക്കിയുള്ളതിനൊക്കെ ലീവ് ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്യും. അപ്പോൾ സോഫ്റ്റ് ഹാൻഡ് ഓഫ് ആണ് അവിടെ നടക്കുന്നത്. CDMA കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസിൽ. അടുത്തത് ഹാർഡ് ഹാൻഡ് ഓഫ് ഇസ് ഡിഫൈൻഡ് ആസ്. ഹാർഡ് ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ ഒരു കണക്ഷൻ ബ്രേക്ക് ചെയ്തിട്ട് പുതിയത് എന്നിട്ടാണ് ഉണ്ടാക്കുന്നുള്ളൂ. അതിനെയാണ് ഹാർഡ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. കണക്ഷൻ ടു ബോത്ത് ബേസ് സ്റ്റേഷൻസ് അറ്റ് വൺസ് അല്ല, ബ്രേക്കിംഗ് ഓൾഡ് കണക്ഷൻ ആൻഡ് ബിഫോർ മേക്കിംഗ് എ ന്യൂ വൺ. അതാണ് ഹാർഡ് ഹാൻഡ് ഓഫ് കേട്ടോ. നോ ഹാൻഡ് ഓഫ് ഒക്കറിങ് ഓൺലി അറ്റ് സെൽ എഡ്ജസ്. അതല്ല. GSM ആൻഡ് TDMA സിസ്റ്റംസ് ഹാർഡ് ഹാൻഡ് ഓഫ് ഫോക്കസ് എന്ന് വെച്ചാൽ ബ്രേക്ക് ബിഫോർ മേക്ക് എന്നാണ് പറയുക. അതായത് പുതിയൊരു ബന്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പഴയ ബന്ധങ്ങൾ ബ്രേക്ക് ചെയ്യണം എന്നാണ് GSM ഉം TDMA യും പറയുക കേട്ടോ. അടുത്ത ചോദ്യം. Which component in GSM handles mobility management and authentication എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇതിലേതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ BTS എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ. ഓക്കെ, അടുത്തത് ട്രാൻസ്മിറ്റർ അല്ല, ട്രാൻസീവർ ആണ്. BSC എന്ന് പറയുന്നത് എന്താണ്? ബേസ് സ്റ്റേഷൻ കൺട്രോളർ. ഇനി അതിന് മുകളിലുള്ളതാണ് MSC. MSC എന്ന് പറയുന്ന ആരാണ്? സ്വിച്ചിങ് സെൻറ്റർ, മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ. HLR എന്ന് പറയുന്നതോ ഹോം ലൊക്കേഷൻ രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആരാണ് മൊബിലിറ്റി മാനേജ്മെൻറ്റും ഓത്തൻറ്റിക്കേഷനും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് HLR ആണ് കേട്ടോ. ഹോം ലൊക്കേഷൻ രജിസ്റ്റർ ആണ്. സബ്സ്ക്രൈബർ ഇൻഫർമേഷൻ, ഓതൻറ്റിക്കേഷൻ, മൊബിലിറ്റി മാനേജ്മെൻറ്റ് ഒക്കെ ചെയ്യുന്നത് HLR ആണ്. ഹോം ലൊക്കേഷൻ രജിസ്റ്റർ ആണ് കേട്ടോ. അടുത്ത ചോദ്യം. The main multiple access technique used in GSM is. GSM-ൽ എന്താണ് ഉപയോഗിക്കുന്നത്? TDMA-യും FDMA-യും കൂടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് കേട്ടോ അത്. It combines FDMA 200 kHz carriers and TDMA 8 time slots per carrier. ഓക്കെ, അടുത്തത്
ഈച്ച് GSM ചാനൽ ബാൻഡ് വിഡ്ത്ത് ഇസ്, അതല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത് 200 kHz ആണ് കേട്ടോ. ഓരോ ചാനലിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്താണ്? 200 kHz ആണ്. GSM carrier occupies 200 kHz of bandwidth divided into 8 time slots. അടുത്തത് GSM operates mainly in which frequency bands? ഏത് ഫ്രീക്വൻസി ബാൻഡിലാണ് വർക്ക് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. 900 and 1800 MHz ആണ് യൂറോപ്പ് ഏഷ്യ റീജിയനിൽ കേട്ടോ. അതേപോലെ 850 1900 ആണ് നോർത്ത് അമേരിക്ക റീജിയനിൽ. അപ്പോൾ 900 to 1800 പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, മെഗാഹെർട്സ് എന്നുള്ളത്. അതൊന്ന് പഠിച്ചു വെക്കുക, യൂറോപ്പ് ഏഷ്യ. ഇതിൽ നിന്ന് ഇവിടെ ഒരു 50 കുറയ്ക്കുക, ഇവിടെ ഒരു 100 കൂട്ടുക. അപ്പോൾ കിട്ടിയ നോർത്ത് അമേരിക്കയുടെ അത്രയേ ഉള്ളൂ, 850 1900. ഓക്കെ, അതാണ് നോർത്ത് അമേരിക്കയിൽ വരുന്ന ഫ്രീക്വൻസീസ്. ഓക്കെ, അടുത്തത് വാട്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ബേസ് സ്റ്റേഷൻ കൺട്രോളർ? BSc നമ്മൾ കണ്ടല്ലോ, അതിൻ്റെ പരിപാടി എന്താണ്? BSc എന്താണ്? BTS എന്ന് പറയുന്ന ബേസ് ട്രാൻസീവർ സ്റ്റേഷൻസ് ഉണ്ടാവും കേട്ടോ. ബേസ് ട്രാൻസീവർ സ്റ്റേഷൻസിനെ, കുറേ ബേസ് ട്രാൻസീവർ സ്റ്റേഷൻസിനെ കൺട്രോൾ ചെയ്യലാണ് ഈ BSc എന്ന് പറയുന്നത്. ഇതൊക്കെ BTSകളാണ്. ഈ BTSകളെ കൺട്രോൾ ചെയ്യലാണ് ആരുടെ പണി? BScയുടെ പണി. ഓക്കെ, ബേസ് സ്റ്റേഷൻ കൺട്രോളറുടെ പണി എന്താണ്? BTSകളെ കൺട്രോൾ ചെയ്യുക. It manages radio resources, handoff between BTS and channel assignment. അടുത്തത് SIM in GSM stands for. SIM എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, സബ്സ്ക്രൈബർ ഐഡന്റിഫിക്കേഷൻ മൊഡ്യൂൾ ആണ് കേട്ടോ. SIM stores user identity, authentication key and subscriber data. SIM എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, കുറേ എണ്ണം ഒരുമിച്ച് തരുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ ഡൗട്ട് ആവും. ഇപ്പോൾ ഇതിൽ തന്നെ സബ്സ്ക്രൈബർ ഐഡന്റിഫിക്കേഷൻ മൊഡ്യൂൾ കിട്ടിട്ടോ. സിഗ്നൽ ഇൻഫർമേഷൻ മൊഡ്യൂൾ അതല്ലാന്ന് തോന്നുന്നു. സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മെഷീൻ, ഇനി അതെങ്ങാനും ആയിരിക്കും. സബ്സ്ക്രൈബർ ഒക്കെ ശരിയാണ്, ഐഡന്റിറ്റി എന്തോ വരുന്നുണ്ട്. അങ്ങനെ കൺഫ്യൂസ്ഡ് ആവരുത്, ഇതിങ്ങനെ തന്നെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ട് പോവുക. സബ്സ്ക്രൈബർ ഐഡന്റിഫിക്കേഷൻ മൊഡ്യൂളാണ് കേട്ടോ സിം എന്ന് പറയുന്നത്. അടുത്തത് ദ അപ്ലിങ്ക് ഫ്രീക്വൻസി ബാൻഡ് ഓഫ് ഫോർ GSM 900 is. അപ്ലിങ്ക് ഫ്രീക്വൻസി ബാൻഡ് എത്രയാണ് GSM 900ൻ്റെ എന്നാണ് ചോദിക്കുന്നത്. അപ്ലിങ്ക് ഫ്രീക്വൻസി ബാൻഡ് എന്ന് പറയുന്നത് 890 to 915 MHz ആണ്. ഡൗൺലിങ്ക് ഫ്രീക്വൻസി ബാൻഡോ 935 to 960 ആണ് കേട്ടോ. ഇതൊന്നും ഓർത്ത് വെക്കണേ. അപ്പോൾ GSM 900ൻ്റെ അപ്ലിങ്ക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 890 to 915 ആണ്. ഇനി ഡൗൺലിങ്ക് എന്ന് പറയുന്നത് എത്രയാണ്? 935 മുതൽ 960 ആണ്. ഓക്കെ, അപ്പോൾ ഓരോന്നും സെപ്പറേറ്റഡ് ബൈ 45 MHz ആണ്. ഇപ്പോൾ 890 ആണ് അപ്ലിങ്ക് ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എത്രയായിരിക്കും നമുക്ക് ഫ്രീക്വൻസി നമ്മൾ ഇതിന് ഉപയോഗിക്കുക? ഡൗൺലിങ്കിന് ഉപയോഗിക്കുക 935 ആയിരിക്കും. എന്ന് വെച്ചാൽ അവർ തമ്മിൽ എത്ര ഫ്രീക്വൻസി വ്യത്യാസമുണ്ട്? 45 MHzൻ്റെ ഫ്രീക്വൻസി വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോൾ 915 MHz ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 960 ആയിരിക്കും നമ്മൾ ഡൗൺലിങ്കിൽ ഉപയോഗിക്കുക. അപ്പോൾ അപ്ലിങ്ക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ലിങ്ക് ചെയ്യാൻ കൊടുക്കുന്ന ഫ്രീക്വൻസിയാണ്. ഡൗൺലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? താഴേക്ക് BTSലേക്കൊക്കെ വരുന്ന ഫ്രീക്വൻസിനെയാണ് ഈ ഡൗൺലിങ്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ഇൻ സാറ്റലൈറ്റ് ലിങ്ക് അപ്ലിങ്ക് ഫ്രീക്വൻസി ഈസ് യൂഷ്വലി, അപ്ലിങ്ക് ഫ്രീക്വൻസി എപ്പോഴും ഡൗൺലിങ്കിനേക്കാൾ കൂടുതലായിരിക്കും കേട്ടോ. നമ്മുടെ സാറ്റലൈറ്റ് ലിങ്കിലൊക്കെ വരുമ്പോൾ ഇൻ സാറ്റലൈറ്റ് ലിങ്ക് അപ്ലിങ്ക് ഫ്രീക്വൻസി ഈസ് യൂഷ്വലി ഹയർ ദാൻ ദ ഡൗൺലിങ്ക് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഈ അപ്ലിങ്കും ഡൗൺലിങ്കും ഒക്കെ ഫ്രീക്വൻസീസ് അടുത്തടുത്ത് വെക്കാത്തതെന്ന് അറിയോ? അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർഫറൻസ് വരാതിരിക്കാനാണ്. Okay, uplink uses higher frequency to avoid interference from earth-based transmitters and to reduce satellite receiver antenna size. Okay, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹയർ ഫ്രീക്വൻസി ഉപയോഗിക്കുന്ന അപ്ലിങ്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് ആണ് MCQ ഏത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ. ഇനി ഇങ്ങനത്തെ ഒരു 100 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 25 എണ്ണത്തിൻ്റെ 4 ഭാഗങ്ങളായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 25 ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക്